ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ പുതിയ സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഫ്ലൈ ഹൈ. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഹൗ ടു ഡിഫെൻഡ് ഫിയർ എന്നതാണ്. എങ്ങനെ നാം ഭയത്തെ മറികടക്കാം. എന്താണ് ഭയത്തിനുള്ള കാരണങ്ങൾ? വാട്ട് ആർ ദ റീസൺസ് ഓഫ് ഫിയർ? ഒന്നാമതായി, വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് അസ്. മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നത്. രണ്ടാമതായി, റിസ്ക് എടുക്കാനുള്ള ഭയം. മൂന്നാമതായി, തോൽക്കുമോ എന്ന ഭയം, ഫിയർ ഓഫ് ഫെയിലിയർ. ഇതൊക്കെയുമാണ് പ്രധാനമായിട്ട് ഭയത്തിന്റെ കാരണങ്ങൾ. നമുക്ക് ഒരു കഥ കേട്ടാലോ? ഭയത്തെ എങ്ങനെ മറികടക്കാം എന്നൊരു കഥയാണത്. തന്നെ കാണാൻ കൊടുമുടിയുടെ മുകളിലെത്തിയ യുവാവിനോട് ഗുരു ചോദിച്ചു, നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് നയിച്ചത്? യുവാവ് പറഞ്ഞു, ഗുരു, ഒരു നായയാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ഗുരു ചോദിച്ചു, എങ്ങനെ? അവൻ പറഞ്ഞു, യാത്ര തുടങ്ങിയിടത്ത് ദാഹിച്ചു വലഞ്ഞ് നദീതീരത്ത് നിൽക്കുന്ന ഒരു നായയെ കണ്ടു ഗുരു. ഓരോ തവണയും വെള്ളത്തിലേക്ക് നോക്കുമ്പോഴും തന്റെ തന്നെ രൂപം കണ്ട് അത് പേടിച്ചു. വെള്ളത്തിലുള്ള നായ തന്നെ ആക്രമിക്കുമെന്ന് ആ നായ കരുതി. അവസാനം ദാഹിച്ച നായ ഇങ്ങനെ ക്ഷീണിച്ചു. അവസാനം ദാഹം സഹിക്കാതെ അത് വെള്ളത്തിലേക്ക് തലയിട്ടു. അതിന് വേറെ വഴിയില്ലായിരുന്നു. അപ്പോൾ മറ്റേ നായ അപ്രത്യക്ഷമായി. ഏത് നായ? വെള്ളത്തിലുള്ള നായ. വെള്ളത്തിനും തനിക്കുമിടയിലുള്ള പ്രതിബന്ധം താൻ തന്നെ ആയിരുന്നുവെന്ന് നായയ്ക്ക് മനസ്സിലായി. ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനും ഇത്രയും ബുദ്ധിമുട്ടി ഈ ഗുരുവിന്റെ അടുത്ത് എത്താൻ എനിക്ക് സാധിച്ചത്. പുറമേ നിന്നുള്ള ഒന്നിനും ഒരാളെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശേഷിയില്ല. ഉള്ളിലുള്ള ഭയമാണ് ഇതിനെല്ലാം പ്രധാന കാരണം. അവനവനെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കാൻ നാം എന്തൊക്കെയും കണ്ടെത്തുന്നു എന്ന് മാത്രം. അത്തരം ന്യായീകരണങ്ങളെ മറികടക്കണമെങ്കിൽ ഒന്നുകിൽ സ്വയം പ്രചോദനം ഉണ്ടാകണം, അല്ലെങ്കിൽ നിവർത്തികേടുണ്ടാകണം. മറ്റൊരു മാർഗവുമില്ലെങ്കിൽ എല്ലാവരും അവരുടെ ഭയത്തിന്റെ മതിലുകൾ ഭേദിക്കും. അതിലും നല്ലത് ആത്മപ്രേരണയല്ലയോ മക്കളെ? സ്വയമേ നാം ചിന്തിക്കണം, നാം ഭയത്തിന്റെ പുറംചട്ടയിൽ നിന്ന് പുറത്തു വരണം. അത് എല്ലാവരിലും ഉള്ളതല്ല ഈ ഭയം. ഒരു വസ്തുവോ ജീവിയോ അതിനാൽ തന്നെ ഭീതിജനകമല്ല. ഉള്ളിലെ ബോധ്യങ്ങളും മുൻധാരണകളും കൂടി പേടി ജനിപ്പിക്കുന്നതാണ്. പലർക്കും പലതരത്തിലുള്ള പേടികളാണുള്ളത്. എന്നിരുന്നാലും ഈ ഭയത്തെ നമ്മൾ മറികടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഐ ക്യാൻ ഡു ഇറ്റ് എന്നത് നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പറയേണ്ടത് ആവശ്യമാണ്. ഇറ്റ്സ് പോസിബിൾ ഡിയേഴ്സ്. എവറിത്തിങ് ഈസ് പോസിബിൾ ബൈ യു. Keep smiling and keep shining. Thank you.